നാട്ടിലെ എത്ര നല്ല മൊഞ്ചത്തി കുട്ടികളുണ്ട്. എന്നിട്ട് എനിക്ക് പോയി കുട്ടിയോ ഒരു ചൊക്കിനെ ഇപ്പൊ കെട്ടിപ്പോയില്ലേന്ന് വിചാരിച്ച് സമാധാനിക്കാന്ന് വെച്ചാ അതിന് കഴിഞ്ഞ റബ്ബേ. ഓന്റെ കൂട്ടുകാർക്കെല്ലാം 2-3 കുട്ടികളായി. ഇവിടെ ഒന്നുമില്ല. കൊല്ലം 4 എന്നിട്ടും ഇങ്ങനെ ഇവിടെ അങ്ങനെ നിൽക്കുക മൊച്ചിപ്പോഷമായിട്ട് കാലത്ത്. എന്തുണ്ടല്ലോ ഒന്നുമില്ല. രാവിലെ തന്നെ ഉമ്മ വല്ലതും പറഞ്ഞോ? ഇല്ല. ഒന്നില്ലാതെ നീ ഇങ്ങനെ കരയത്തില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. ഓ ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഓളുടെ ഒരു പൂങ്കണ്ണീര്. എന്നിട്ട് അത് കണ്ടിട്ട് ആ ചെക്കൻ വന്നിട്ട് എത്തിയല്ലേന്നൊരു സാധാപും കൊണ്ടാറക്കെട്ട് എന്നതിൻ്റെ ഉള്ളിൽ കയറി വന്നോ ഒന്ന് തൊട്ട് ഞാള് പെണ്ണെ. നീ ഇതിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരുന്നത്? നിനക്കറിയാവുന്നല്ലേ ഉമ്മാന്റെ സ്വഭാവം. അതിന്റെ മനസ്സിലൊന്നുമില്ല, ഇങ്ങനെ കലപലാന്ന് പറയല്ലാണ്ട്. എനിക്ക് വിഷമമൊന്നുമില്ലേക്ക, എനിക്ക് മനസ്സിലാവും. ഉമ്മാക്കാകെ മോനായിട്ടുള്ളത് ഇക്ക മാത്രല്ലേ. ഒരു പേരക്കുട്ടി താലോലിക്കാൻ കഴിയാത്തതിന്റെ വിഷമം. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോ നെഞ്ചു പടയൊക്കെ. ശരിയാവും. ശരിയാവും. പോരായോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. പിന്നെ ഉമ്മ എന്തിനാണ് പാവത്തിന്റെ രാവിലെ തന്നെ ഇങ്ങനെ കുത്താൻ നിൽക്കുന്നത്? എന്നും പഠിച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യുക, ഉമ്മാക്ക് ഒരു കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. പാവാണത്. ഒരു പേവം. ഓന്റെ പോവത്തരം കൊണ്ടേ ഒരു പാരായെന്ന എന്റെ വിചാരം. എന്നോടിപ്പോഴേ ചില നേരത്തോളം ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട്. എന്താണ് ഉമ്മ അങ്ങനെ? ഉമ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്ന് കരുതിയ പാവത്തിന് ഇങ്ങനെ വെറുതെ. ഞാനേ ആ അൽത്താഫിന്റെ ഭാര്യനെ കാണിച്ച ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും കൂടി ഒന്ന് പോയി കാണിക്കാം. ഇതിപ്പോ എത്രാമത്തെയാണ് മോനെ? ഇനിയിപ്പോ ടെസ്റ്റ് സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പൈസ വേണം? കുറെ ഗുളിക മേടിക്കല്ലാതെ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഞാൻ പറയാച്ചാ ഇനിയും പൈസ ചെലവാക്കണ്ട. ഈ ഓളങ്ങോട്ട് പോയി ഒളിക്കളാം. നമുക്ക് ഇനി വേറെ നോക്കാലോ. നമ്മളൊരു പാവ എത്തിയുമാ, അത് നിങ്ങള് മറക്കരുത്. പടച്ചോനെ നിരക്കാത്തത് പറയുന്നതിന് ഒരു അതിരുണ്ട്. നീ എന്താ ചെയ്യ മോനെ. വരും.
ഞാൻ റിസൾട്ട് നോക്കിയിരുന്നു. ഷഫ്നയുടെ റിസൾട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പോസിറ്റീവ്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഷെബിയുടെ റിസൾട്ടില് ചെറിയൊരു പ്രോബ്ലം, കൗണ്ടിന്റെ ഒരു പ്രശ്നം. അത് പേടിക്കൊന്നും വേണ്ട, അതൊരു 4 മാസത്തെ ടാബ്ലറ്റ് കഴിച്ചാൽ ശരിയാവുന്നേ ഉള്ളൂ. ശരിയാക്കി എടുക്കാം കേട്ടാ, വിഷമിക്കൊന്നും വേണ്ട. അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടാ, ടാബ്ലറ്റ് ഇവർ കഴിക്കണോട് ശരിയാവും കേട്ടാ. റിസൾട്ട് ഒന്ന് സൂക്ഷിച്ചു കേട്ടോ, ആവശ്യം വരുന്ന. ഈ മരുന്ന് താഴെ തന്നെ വിഷമിക്കൊന്നും വേണ്ടട്ടോ. ഒരു 4 മാസം ടാബ്ലറ്റിന്റെ വിഷയം അത് കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയല്ലോ. താങ്ക് യു. സിസ്റ്റർ സാർ, ഇന്ന് വൈഫ് വന്നില്ലേ? വൈഫ് വന്നിട്ടുണ്ട്. ആ സാർ, ഞാനിപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനാണ് വന്നത്. പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ ഉമ്മ എപ്പോഴും പ്രശ്നമാണ്. ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. അതേ വെച്ചാൽ ഈ പ്രശ്നമുള്ളത് ഡോക്ടർ എനിക്കാന്ന് പറയണം, അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇയാളെന്തേ പറയും? അതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ എപ്പോഴും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് കുട്ടികളില്ല, എന്നൊക്കെ പറഞ്ഞ് എന്നോട് വേറെ കല്യാണം കഴിക്കണമെന്നും. അപ്പം സാറ് ഇതൊന്നും പ്രശ്നം എനിക്കാന്ന് പറഞ്ഞ് മനസ്സിലായി കൂടെ? അതൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി സാർ. സാർ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം. പ്രശ്നം എനിക്കാന്ന് പറഞ്ഞാൽ മതി, അവൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പാടില്ല. ഞാൻ സാറ് കാലൊട്ടിക്കും പ്ലീസ്. അത്രയാണ് പ്ലീസ് സാർ. ഓക്കെ.